നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. എന്തായാലും നല്ല ഒരു ദിവസമാണ് ഇന്നത്തെ ഈ തിങ്കൾ എന്ന് പറയുന്നത്. നല്ലൊരു ദിവസമാണ്. കാരണം 4 മാസമായി തുടരുന്ന യുദ്ധം അതിന്റെ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും എന്ന് കരുതുന്ന മണിക്കൂറുകളാണ്. ഹോർമുസിലൂടെ കപ്പലുകൾ കടത്തിവിട്ടു തുടങ്ങി എന്ന സന്തോഷകരമായ വാർത്ത വരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിൽ സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഇനി യാത്ര ചെയ്യാൻ പണം മുടക്കേണ്ടതില്ല. ആ പണം അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അവരുടെ മൊബിലിറ്റി കൂടുകയാണ്. അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ചുവടുവയ്പായി കരുതുന്നു. അങ്ങനെ അതുകൊണ്ടും ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ പ്രിയദർശിനി പദ്ധതി അത് UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന പദ്ധതിയാണ്. ആ യാത്രാ പദ്ധതിക്ക്, സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനങ്ങളെ ഏറ്റവും സ്വാധീനിച്ചതുമായ പ്രഖ്യാപനമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അധികാരമേറ്റ് 1 മാസം തികയും മുൻപ് പ്രഖ്യാപനത്തിന്റെ ആദ്യ ഘട്ടം നടപ്പിലാക്കാനാകുന്നു എന്നത് സർക്കാരിന്റെ വലിയ ഒരു നേട്ടമാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരം തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ മുഖ്യമന്ത്രി VD സതീശനാണ് പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇനി പരിധികളില്ലാതെ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാം. ഒരു രേഖകളും നൽകേണ്ടതില്ല. ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് 0 ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു പരിധിയുമില്ലാതെ യാത്ര ചെയ്യാനുള്ളൊരവസരം സ്ത്രീകൾക്ക് ലഭ്യമാവുകയാണ് സൗജന്യമായി. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ തന്നെ 7 വിഭാഗങ്ങളിൽ സൗജന്യ യാത്ര ലഭിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഗ്രാമവണ്ടി എന്നിവയിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇത് ഏതൊക്കെ ബസ്സുകളെന്നോർത്ത് ആശങ്കയൊന്നും വേണ്ട. എല്ലാ ബസ്സുകളുടെയും സൗജന്യം ലഭിക്കുന്ന ബസ്സുകളിൽ ഈ പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കർ ഉണ്ടാകും. അത് നോക്കി കയറിയാൽ മാത്രം മതിയാകും. അങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യമായി ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാനുള്ളൊരു അവസരം ഒരുങ്ങുന്നു എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ചരിത്ര ദിനമാണ് KSRTC സംബന്ധിച്ച് ഇന്നുള്ളത്. KSRTCയിൽ PSC വഴി നിയമിച്ച ആദ്യ വനിതാ ഡ്രൈവറായ VP ഷീലയായിരുന്നു ഉദ്ഘാടന ബസിന്റെ യാത്രാ വണ്ടിയുടെ ഡ്രൈവർ. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം വനിതകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ യാത്ര നടത്തി. അങ്ങനെ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ ഔദാര്യമാണോ? അങ്ങനെ കരുതണമോ? സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല, മറിച്ച് സർക്കാർ നൽകുന്ന ധനസഹായം മാത്രമാണ് എന്ന് സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ ഔദ്യോഗികമായി വ്യക്തമാക്കിയതോടെ അത് കേരളത്തിൽ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം തന്നെ ഉണർത്തിയിരുന്നു. ഞാനൊക്കെ ഗ്രൗണ്ടിൽ ഈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആളുകളുടെ പ്രതികരണമൊക്കെ തേടുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ നിലയിൽ ഔദാര്യം എന്ന ഒരു വാക്ക് ചർച്ചയായതോടുകൂടി അത് സർക്കാരിനെതിരായ ഒരു വികാരമായി മാറുകയും സാധാരണക്കാരായ പെൻഷനൊക്കെ വാങ്ങുന്ന മനുഷ്യർ ആ നിലയിൽ അതിനെ കാണുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ ഇത് ആരുടെയും ഔദാര്യമല്ല, തങ്ങളുടെ അവകാശമാണ് എന്നാണ് അന്ന് പറഞ്ഞത്. നമ്മൾ പ്രതികരണമൊക്കെ തേടുമ്പോൾ ജനങ്ങളുടെ ഈ പൾസ് മനസ്സിലാക്കിയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വാക്കുകൾ പ്രയോഗിച്ചത്. പദ്ധതി സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, ആദരമാണ് എന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പറഞ്ഞത്. സമൂഹത്തിൽ വലിയ സാമൂഹിക സാമ്പത്തിക പ്രതിഫലനം ഉണ്ടാക്കുന്ന പരിപാടിയാണ്, പദ്ധതിയാണ് ഇത് എന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്.
സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മുഖ്യമന്ത്രി ആ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. ഇത് സ്ത്രീകൾക്കുള്ള ആദരമാണ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുകയാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ CP ജോൺ. സീനിയർ നേതാവാണ് എങ്കിലും ആദ്യമായി MLAയും ആദ്യ തവണ തന്നെ മന്ത്രിയുമായ CP ജോണിനാണ് ആദ്യ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തം സർക്കാർ ഏൽപ്പിച്ചത്. ഒരു വലിയ നാഴികക്കല്ലാണ് ഇന്ന് പിന്നിടുന്നതെന്നും KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നുമാണ് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ അവിടെ CP ജോൺ പറഞ്ഞത്. വലിയ ഉത്തരവാദിത്തമാണ്. എന്തായാലും അദ്ദേഹം അത് ഭംഗിയായി തന്നെ നിറവേറ്റുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹവും ഇന്ന് അവിടെ ആ പ്രതീക്ഷയോടുകൂടിയാണ് സംസാരിച്ചത്. സ്ത്രീ സമത്വത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഐതിഹാസികമായ മാതൃകയാണ്. ഇതിൽ APLO BPLO ഇല്ല, അന്യ സംസ്ഥാനക്കാരോ സ്വന്തം സംസ്ഥാനക്കാരോ ഇല്ല, പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ഇല്ല. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം. 10 വർഷത്തെ ഇടതു സർക്കാരിന്റെ ഭരണം അവസാനിപ്പിച്ച് അധികാരമേറ്റ UDF സർക്കാർ അവരുടെ പ്രധാന വാഗ്ദാനം പാലിക്കുമ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യും? പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ CPM പങ്കെടുത്തില്ല. ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഴുവൻ MLAമാർക്കും പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. പദ്ധതി സംബന്ധിച്ച് UDF പറഞ്ഞതല്ല നടപ്പാക്കുന്നതെന്നും ആളെ പറ്റിക്കുന്ന നിലപാടാണ് ഇത് എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. CPMന്റെ ബഹിഷ്കരണം ചരിത്രപരമായ വിഡ്ഢിത്തമാവരുതെന്നും വിനാശകാലേ വിപരീത ബുദ്ധിയെന്നുമായിരുന്നു CP ജോൺ ഇതിനോട് പ്രതികരിച്ചത്. കുറച്ചുകൂടി കടന്നുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. സർക്കാർ അധികാരമേൽക്കും മുൻപ് തന്നെ മഹിളാ മോർച്ച പ്രതിഷേധം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF സർക്കാർ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഇന്ന് ഈ ഉദ്ഘാടന ദിവസം BJP സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം സർക്കാർ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. BJP പ്രവർത്തകർ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ സർവീസ് നടക്കുന്ന ഇടത്തൊക്കെയും അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. കോട്ടയത്ത് BJPയുടെ പ്രതിഷേധം പോലീസും യാത്രക്കാരും ഒക്കെ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കലാശിക്കുന്നത് നമ്മൾ കണ്ടു. ഇവരാണ് സർക്കാരിന്റെ ജീവനക്കാരാണ്. സർക്കാരിന്റെ ജീവനക്കാരാണ് ഇവരോടാണ് ഞാൻ ചോദിക്കേണ്ടത്. ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചില്ല. ഞങ്ങൾക്ക് സൗജന്യ യാത്രയുണ്ടോ? എവിടെയാ സമയത്ത് കേരളത്തിലെ സകല സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ബസ്സിൽ ഞങ്ങൾക്ക് സൗജന്യ യാത്ര ഉണ്ടോ ഇല്ലയോ? ഒറ്റ കാര്യം, ഇലക്ഷൻ സമയത്ത് എല്ലാ ബസ്സുകളിലും ഗവൺമെന്റ് ബസ്സുകളിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാണ് ഇവർ വോട്ട് പിടിച്ചതും വോട്ട് നേടിയതും. പക്ഷെ അതിനുശേഷം ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓർഡിനറി ബസ്സിൽ മാത്രമായെന്നായി. അത് പറ്റിയില്ല. എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ടുള്ള യാത്ര എന്നത് ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ KSRTC ബസ്സിലും സൗജന്യമായിട്ടുള്ള യാത്ര എന്ന നിലയിലുള്ള പ്രഖ്യാപനം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എക്കാലത്തും KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളതും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ VD സതീശനും CP ജോണും പറയുന്നത് 100 ദിവസത്തേക്കാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. 100 ദിവസം കൊണ്ട് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം ഇത് തന്നെ വേണമോ എന്ന് ആലോചിക്കാമെന്നാണ് ഇവിടത്തെ VD സതീശനും അതോടൊപ്പം തന്നെ മന്ത്രി CP ജോണും പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇത് പച്ചയായൊരു തട്ടിപ്പാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇങ്ങനെ മനുഷ്യന് നടപ്പാക്കാൻ സാധിക്കാത്ത മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് എക്കാലത്തും ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളതിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിന്റെ പേരിൽ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം UDF സർക്കാർ എടുത്തിരുന്നു. 15-ന് ഈ പദ്ധതി നടപ്പിലാക്കുമെന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് അതേ ദിവസം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ ഓർഡിനറി ബസ്സുകളിലാണ് നടപ്പിലാക്കുന്നത്. അപ്പോഴാണ് പ്രതിപക്ഷം ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത്. ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതല്ലാതെയുള്ള ബസ്സുകളിൽ ഞങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ വാഗ്ദാനം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കയറുന്ന BJP പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആ നിലയിൽ ഇടതുപക്ഷം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ BJP ബസ്സുകളിലൊക്കെ ഈ രീതിയിലുള്ള പ്രത്യക്ഷമായ പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുന്നത് നമ്മൾ കണ്ടു. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആണ്. വലിയ ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത്. അവരുടെ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ ജോലി അതിനെ തിരിച്ചടിയാകും ഈ നീക്കം എന്നതാണ്. പ്രിയദർശിനി സർവീസ് നടപ്പിലാക്കുമ്പോൾ സ്വകാര്യ ബസ് മേഖലയാകെ പ്രതിസന്ധിയിലാകും എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വകാര്യ മേഖലയിലെ യാത്രക്കാരിൽ 65% സ്ത്രീകളാണ്. അപ്പോൾ 50% വരുമാന നഷ്ടം അവർക്കുണ്ടാകും എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇത് അവർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് അവർ നീങ്ങുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ സർക്കാർ എന്തായാലും സഹായ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. വരുമാന നഷ്ടം സർക്കാർ പരിഹരിക്കണം എന്നതാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആവശ്യപ്പെടുന്നത്. ഇവർക്ക് മുഖ്യമന്ത്രി ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ ഉറപ്പൊന്നും നൽകിയില്ല. പക്ഷേ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. സർക്കാർ സഹായം ഉണ്ടായില്ല എങ്കിൽ 19-ന് ശേഷം സമരത്തിലേക്ക് കടക്കുമെന്നതാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ വ്യക്തമായ ഉറപ്പ് നൽകിയില്ലെങ്കിലും ആശ്വാസമുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാകുന്നുവെങ്കിൽ അത് നികത്താനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു മേഖലയും തളരരുത്, എല്ലാ മേഖലയും താങ്ങി നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത്. ഉത്കണ്ഠ എന്താ? ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറണം മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ സ്വപ്നം. എന്തായാലും മുഖ്യമന്ത്രി ഒരു വാക്ക് നൽകുകയാണ്. കൂടുതൽ ചർച്ചകൾ ഈ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പദ്ധതി നടപ്പിലാകുമ്പോൾ മറ്റ് ചില ആശങ്കകൾ മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തെ ഏറ്റവും കുറവ് ഓർഡിനറി സർവീസ് ഉള്ളത് മലപ്പുറത്താണ്. മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ചും കുറവാണ്. അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. MLA മാർ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൂടുതൽ സർവീസുകൾ തുടങ്ങാനുള്ള നടപടികൾ തുടങ്ങും, അല്ലെങ്കിൽ അത് നടപ്പാക്കും, ഉറപ്പാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓർഡിനറിയും TTയും ഉൾപ്പെടെ ആകെ 87 ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര മലപ്പുറത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള മലപ്പുറത്ത് സർവീസുകൾ കൂട്ടണമെന്ന ആവശ്യം അവിടെ നിന്നുയരുന്നുണ്ട്. ഈ പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപര്യാപ്തതകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത് നടപടിയെടുത്ത് തിരുത്തി പോകേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് പ്രതിഷേധമുയർന്നത് മെൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുമായിരുന്നു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആനുകൂല്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ, ഉദ്ഘാടന ചടങ്ങിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആനുകൂല്യം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു.
പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കുന്ന മാറ്റം എല്ലാ വീടുകളിലും ഉണ്ടാകുമെന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ചും ജോലി സംബന്ധമായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന 10,000-കണക്കിന് സ്ത്രീകൾക്ക് ഇത് ഗുണകരമാകുന്നത് എങ്ങനെ എന്നുകൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. ഇത്രയും നാൾ ടിക്കറ്റിന് വേണ്ടി മുടക്കിയിരിക്കുന്ന പണം അവരുടെ ചെറിയൊരു സമ്പാദ്യമായി മാറുമെന്നും അത് ആ സ്ത്രീയുടെ ആത്മവിശ്വാസവും മനക്കരുത്തും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിനുശേഷം വി.ഡി. സതീശൻ ഒരു കാര്യം കൂടി പറഞ്ഞു. പുരുഷന്മാർക്ക് ആനുകൂല്യം കിട്ടിയാൽ എല്ലാ വീട്ടിലും ആ പണം എത്തുമോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് ഒന്ന് കേൾക്കാം. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പൊ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവര് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ചു പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയില്ല. അപ്പൊ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. മാത്രമല്ല ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. അപ്പോ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ആനുകൂല്യം കൊടുത്താൽ ഈ പദ്ധതിയുടെ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ കിട്ടില്ല എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഓരോ സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മാത്രവുമല്ല, പദ്ധതികളുടെ പണം ലാപ്സായി പോകുന്നതുണ്ട്, നികുതി പിരിവ് കണിശമായി നടത്താത്തത് കൊണ്ട് വരുന്ന നഷ്ടങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഖജനാവിന് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അർഹതപ്പെട്ട പണം അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയൊക്കെ മാറിപ്പോകുന്നു. അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ വരെ എത്തിയിരിക്കുകയാണ് ഈ വിഷയം. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുകയാണ്. പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവും എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കേവലം ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേർതിരിക്കുന്നത് വിവേചനപരമാണ് എന്ന് ഈ പൊതു ഹർജിയിൽ പറയുന്നു. പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും മുഹമ്മദ് ഫർദോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കോടതി കയറും എന്ന കാര്യം കൂടി ഉറപ്പാണ്. കോടതി അത് ഹർജി ഫയലിൽ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും കോടതിയിലേക്ക് വരെ ആ വിഷയം എത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് മെൻസ് അസോസിയേഷൻ, മറുഭാഗത്ത് ഇപ്പോൾ നിയമപരമായ പോരാട്ടമൊക്കെ ഈ പദ്ധതി മുടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. പക്ഷേ ഇതെന്തായാലും ഒരു പോസിറ്റീവായുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ഒരു നല്ല തുടക്കം കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ച 1 മാസം തികയും മുൻപ്, അതായത് 28ാം ദിവസമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആ പദ്ധതി ആ നിലയിൽ ഒരു പുതുയുഗ കേരളത്തിലേക്കുള്ള സർക്കാരിന്റെ നിർണായക ചുവടുവയ്പ് എന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്യുക തന്നെ നമുക്ക് ചെയ്യാം. അപ്പോഴും വലിയ വെല്ലുവിളി സർക്കാരിന് മുന്നിലുണ്ട് എന്നത് നമ്മൾ കാണണം. നഷ്ടത്തിലോടുന്ന KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുമ്പോൾ വരുന്ന 800 കോടിയുടെ വാർഷിക അധിക ബാധ്യത എന്ന് പറയുന്നത് സർക്കാർ നൽകും എന്നതാണ് പറയുന്നത്. ഇത് കണ്ടെത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സർക്കാരിന്റെ മുന്നിലുണ്ട്. KSRTCക്ക് പുതിയ വരുമാന മാർഗങ്ങൾ ഉറപ്പുവരുത്തിയാകണം ഭാവിയിൽ പദ്ധതിയുടെ നടത്തിപ്പും വിപുലീകരണവും ഒക്കെ ഉണ്ടാകേണ്ടത്. ഈ വെല്ലുവിളി സർക്കാർ എങ്ങനെ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. അവിടെയാണ് സർക്കാർ കഴിവ് തെളിയിക്കേണ്ടത്. എന്തായാലും ഇത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് ലാഭിക്കാൻ ഉതകുന്നതാണ്. അത് ഓരോ കുടുംബങ്ങളിലും തന്നെ എത്തുകയും ആ കുടുംബങ്ങളുടെ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുകയും ചെയ്യുന്ന പണമാണ്. അത് വിപണിയിലേക്ക് തന്നെ എത്തും. അതൊരിക്കലും ഒരു നഷ്ടമല്ല. അപ്പോൾ എന്തായാലും പദ്ധതി നടപ്പിലാകട്ടെ, സ്ത്രീകളുടെ മൊബിലിറ്റി കൂടട്ടെ, അവർക്ക് ജോലി ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കും കൂടുതൽ പുറത്തിറങ്ങാനുള്ളൊരു അവസരം അത് സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യണം. എന്തായാലും പദ്ധതിയുടെ മുന്നോട്ടു പോക്കിൽ സർക്കാരിനുള്ള വെല്ലുവിളികൾ അത് ഉത്തരവാദിത്തത്തോടെ നടക്കുന്നു എന്ന് അവർ ഉറപ്പാക്കട്ടെ. നമുക്ക് ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം അടുത്ത ഫോക്കസ് വാർത്തയിലേക്ക് തിരിച്ചെത്താം.
ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള നാല് മാസക്കാലം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ട് ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ സന്ദേശം വരികയാണ്. 60 ദിവസത്തെ വെടിനിർത്തൽ ഉന്നമിടുന്ന സമാധാന ഡീലിൽ ഒപ്പുവെക്കാൻ ഇറാനും അമേരിക്കയും തീരുമാനിച്ചിരിക്കുന്നു. ഇത് പ്രകാരം ഇരു കൂട്ടരും പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ധാരണയായിരിക്കുന്നു. ഹോർമുസ് തുറക്കുന്നതിന് ആണ് ട്രംപ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അതായിരുന്നു ട്രംപിന്റെ ഈ സമാധാന കരാറിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അമേരിക്ക അതിന് ഊന്നൽ കൊടുക്കുമ്പോൾ അമേരിക്ക ഇറാൻ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കുമെന്നതിലാണ് ഇറാൻ ഊന്നൽ നൽകുന്നത്. കരാർ ഒപ്പിടും മുൻപ് തന്നെ 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് കപ്പലുകളുടെ സ്വതന്ത്ര യാത്രയ്ക്കായി തുറന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കൾ ആശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ലോകം കേൾക്കാൻ കൊതിച്ച വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അത് യുദ്ധം അവസാനിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. 4 മാസം ലോകത്തെ പിടിച്ചു കുലുക്കിയ യുദ്ധത്തിനാണ് ഇപ്പോൾ അവസാനമാകാൻ പോകുന്നത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്താണ് എന്നത് വ്യക്തമായിട്ടില്ല. സമാധാന കരാർ ഈ മാസം 19, അതായത് വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പിടും എന്നതാണ് മനസ്സിലാകുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ആദ്യം ഇക്കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ ധാരണയായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു എന്നതായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ സന്ദേശം. ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടനടിയും ശാശ്വതമായും അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പാക് പ്രധാനമന്ത്രി അറിയിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് വരുന്നു. ഇറാനുമായുള്ള കരാർ പൂർത്തിയായിരിക്കുന്നു എന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്ക് ടോൾ ഇല്ലാതെ തുറന്നു കൊടുക്കാൻ താൻ പൂർണ്ണ അധികാരം നൽകുന്നു എന്നത് ട്രംപ് പറയുന്നു. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ ഉപരോധം ഉടനടി നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. നാവിക ഉപരോധം കൂടി നീക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങിക്കൊള്ളൂ, എണ്ണ പ്രവഹിക്കട്ടെ എന്നാണ് ട്രംപ് കുറിച്ചത്. അപ്പോൾ എത്രമാത്രം ലോകം കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ് അത് എന്ന് നമുക്കറിയാം. നമ്മുടെ അടുക്കളകളെ വരെ വലിയ രീതിയിൽ യുദ്ധം ബാധിച്ചിരിക്കുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട ഭക്ഷണം ലഭിക്കുന്ന നിരവധി ഹോട്ടലുകൾ ഇതിനോടകം അടച്ചുപോയിട്ടുണ്ട്. അങ്ങനെ പലരും ഈ യുദ്ധത്തിന്റെ കെടുതികൾ ഏതൊക്കെ തരത്തിലാണ് അനുഭവിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഒരാഴ്ചയ്ക്കകം അല്ലെങ്കിൽ ഒരു ദിവസത്തിനകമൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര ദിവസത്തെ കാത്തിരിപ്പാണ്. അത് പേണി ഉപയോഗിക്കേണ്ടി വരുന്നു. നമുക്ക് പെട്രോൾ വില 4 തവണ കൂട്ടി. അങ്ങനെ നമ്മളുടെ രാഷ്ട്രം ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരുപാട് കെടുതികളുണ്ട്, യുദ്ധക്കെടുതികൾ. അതിനൊക്കെയുള്ള ആശ്വാസം എന്ന നിലയിലാണ് എണ്ണ പ്രവഹിക്കട്ടെ എന്ന ട്രംപിന്റെ ആ സന്ദേശം വരുന്നത്. ഇതനുസരിച്ച് ഹോർമുസ് തുറക്കുകയും കപ്പലുകൾ കടന്നു പോവുകയും ചെയ്യുന്ന മണിക്കൂറുകളാണ്. ഡീലിൽ എന്തൊക്കെയുണ്ട് എന്നതാണ് പ്രധാനം. ഇറാൻ എന്ത് നേട്ടം ഉണ്ടാകുന്നു, ഡീലിൽ എന്തൊക്കെ വ്യവസ്ഥകളാണുള്ളതെന്ന് ഇനിയും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. പാകിസ്ഥാൻ, ഖത്തർ, ഒമാൻ, തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാനം ഉറപ്പാക്കാനായി ഇതിന്റെ മധ്യസ്ഥ ചർച്ചകളിൽ ഇടപെട്ടിരുന്നു.
ഡീൽ ഇറാന് വൻ സാമ്പത്തിക ആശ്വാസം നൽകും എന്നതാണ് അറിയുന്നത്. ഹോർമുസിലും ആണവായുധ നിർമ്മാണത്തിലും ഇറാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നറിയുന്നു. ഡീലിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ 60 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ. ഇറാനും അമേരിക്കയും തമ്മിലെ ആണവ ചർച്ചകൾ ഈ കാലയളവിനുള്ളിലാണ് നടക്കേണ്ടത്. ആ കാലയളവിനുള്ളിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനമുണ്ടാക്കുക എന്നതാണ് ധാരണ. ഇതിന് ശേഷമായിരിക്കും അന്തിമ ഡീലിലേക്ക് കാര്യങ്ങൾ പോവുക, അത് ഒപ്പുവെക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് സ്വതന്ത്രമായി കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നടക്കുന്നു. ഇറാനിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകളെ അമേരിക്ക തടയില്ല എന്ന ഒരു ധാരണയും ഉണ്ടായിരിക്കുന്നു. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്മാറും. നിലവിൽ ആയുധ നിർമ്മാണം ഉദ്ദേശിച്ച് ഇറാന്റെ കൈവശം 9,000 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. ഇത് നശിപ്പിക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു ധാരണ ഉണ്ടാവുക. ഇറാന്റെ യുറേനിയത്തിൽ 440 കിലോഗ്രാം മാത്രമാണ് ആണവായുധ നിർമ്മാണത്തിനുള്ള ഗ്രേഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. തുടർ നടപടികൾ രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും. അപ്പോൾ അത് വിശദമായ ചർച്ചകൾ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇറാന്റെ $1,200 കോടി വരുന്ന മരവിപ്പിച്ച ആസ്തികളുണ്ട്. അത് അമേരിക്ക വിട്ടു നൽകും എന്നതാണ് അറിയുന്നത്. അത് ഈ സമാധാന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത് വിട്ടു നൽകാൻ അമേരിക്ക സന്നദ്ധമാകും എന്നതാണ് അറിയുന്നത്. 2,500 കോടിയുടെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടുമെന്ന് ഇറാൻ അധികൃതർ എന്തായാലും ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. അതിലൂടെയാണ് ഡീലിലേക്ക് എത്തിയത് എന്ന അവകാശവാദം പറയുന്നുണ്ട്. ഇറാന്റെ എണ്ണയ്ക്കുള്ള ഉപരോധം പിൻവലിക്കും എന്നതാണ്. അതും ഇറാനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇറാന്റെ എണ്ണയ്ക്കുള്ള ഉപരോധം നീട്ടുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് സഹായിക്കും. ഡീൽ യാഥാർത്ഥ്യമാകുന്നതോടെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവ ഇറാനുമേൽ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തും എന്നതും ധാരണയായിരിക്കുന്നു. അതേസമയം തന്നെ ആണവായുധം നിർമ്മിക്കില്ല എന്ന ഉറപ്പ് ഇറാൻ നൽകും എന്നതാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് പ്രാഥമികമായി എന്താണ് ഈ ഡീൽ എന്നത് സംബന്ധിച്ച് വരുന്ന വിവരം. എന്നാൽ ഇത് ഔദ്യോഗികമല്ല എന്നത് ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഡീൽ സംബന്ധിച്ച് ഇറാൻ പുറത്തുവിട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തള്ളി പിന്നീട് ട്രംപ് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലും സമാധാനം എന്നത് ലോകം അത്രമേൽ ആഗ്രഹിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് പോലും അത് അത്യാവശ്യമാണ്. ആ ഘട്ടത്തിൽ ഒരു സമാധാന ശ്രമങ്ങൾ നടക്കുകയാണ്. ഏകദേശ ധാരണ അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാവുകയാണ്. ധാരണ എത്തിയെന്ന് ഇറാനും സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. അതായത് ഇതിനോടകം പലതവണ ട്രംപ് ഇത് സമാധാനമായി കരാറായി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഇറാൻ ഔദ്യോഗികമായ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തവണ ഇറാന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം വരുന്നു എന്നതാണ് കൂടുതൽ ഇതിനെ പ്രതീക്ഷയുളവാക്കുന്നത്. 100 ദിവസത്തിലേറെ നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തുന്നത് ഇറാൻ അവരുടെ വിജയമായാണ് കാണുന്നത്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അമേരിക്ക നാവിക ഉപരോധം നീക്കുമെന്നത് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബനൻ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലുമുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് പ്രാഥമിക കരാർ എന്നാണ് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. സമാധാന പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ ദൈവികവും കഠിനവുമായ ഇച്ഛാശക്തിക്ക് മുന്നിൽ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന ശത്രുക്കൾ കീഴടങ്ങുകയാണ് എന്ന ഒരു സന്ദേശം കൂടി ഇറാന്റെ IRGC നൽകുന്നുണ്ട്. അമേരിക്കയ്ക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റ് വഴികളില്ലായിരുന്നു എന്ന് ഇറാനിയൻ സൈന്യം അവകാശപ്പെടുന്നു. ശത്രുക്കൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നുവെന്നും ഇത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വൻ വിജയമാണെന്നും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ പുറത്തുവിട്ട സൈനിക പ്രസ്താവനയിൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കരാറിലേക്ക് നീങ്ങുന്നത് ഇറാന്റെ വിജയം എന്ന അവകാശവാദത്തിൽ പറയുകയാണ്. അത് IRGCയുടെ ഭാഗത്തു നിന്നുമാണ് അത്തരമൊരു അവകാശവാദം വരുന്നത്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അത് ഇറാന്റെ വിജയമാണ് എന്ന് ചിത്രീകരിക്കേണ്ടുന്ന ആവശ്യം IRGCയെ സംബന്ധിച്ച് ഉണ്ട്. അതേസമയം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നത് ഇസ്രയേലിന്റെ നിലപാടാണ്. ഇസ്രയേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഇറാൻ US സമാധാന കരാർ തള്ളി ഇസ്രയേലിന്റെ മന്ത്രിമാർ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കാണുന്നു. ട്രംപിന്റെ കരാറിൽ ഇസ്രയേൽ പങ്കാളിയല്ലെന്നും അമേരിക്കയുടെ കീഴിലല്ല തങ്ങൾ ഉള്ളതെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗിർ പറഞ്ഞു. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറഞ്ഞു.
അപ്പോൾ തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രയേൽ മന്ത്രി പറയുമ്പോൾ ഇറാൻ പറയുന്നത് ഈ ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും സമാധാനമാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് എന്നതാണ്. അത് വൈരുദ്ധ്യമായി തുടരുന്നു. അതായത് ഇസ്രയേൽ പിന്നോട്ടില്ല എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇറാൻ US കരാറിൽ ലെബനനിലെ സൈനിക നടപടി പിൻവലിക്കുന്നതടക്കം ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രയേൽ മന്ത്രിമാർ കടുത്ത വിയോജിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നെതന്യാഹു മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നെതന്യാഹു എന്താണ് ഈ വിഷയത്തിലെ നിലപാട് എന്നത് വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ തന്നെ നമ്മൾ കാണണം, നെതന്യാഹുവിനെ തള്ളി ട്രംപ് വീണ്ടും രംഗത്ത് വരിക കൂടി ചെയ്തിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക സമാധാന കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. പുതിയ സമാധാന ധാരണകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യമായി അതൃപ്തി വീണ്ടും പ്രകടിപ്പിച്ചത്. നെതന്യാഹു കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ട്രംപ് ഇത്തവണ പറഞ്ഞത്. ഈ കരാർ സാധ്യമാക്കിയതിന് നെതന്യാഹു അമേരിക്കയോട് അതീവ നന്ദിയുള്ളവനായിരിക്കണമെന്ന് പറയുന്നു. ഇറാന്റെ പക്കൽ ഒരു ആണവായുധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യം 2 മണിക്കൂർ പോലും നിലനിൽക്കില്ലായിരുന്നുവെന്നും അമേരിക്കയാണ് ഇസ്രയേലിനെ കാത്തു രക്ഷിച്ചതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അപ്പോൾ നേരത്തെ തന്നെ ഭ്രാന്തൻ എന്നതുൾപ്പെടെ നെതന്യാഹുവിനെ ട്രംപ് വിശേഷിപ്പിച്ചു. അത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തു. ടെലിഫോൺ സംഭാഷണത്തിൽ ആണ് ട്രംപും നെതന്യാഹുവും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയത്. ട്രംപ് തന്നെ അത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങൾ ഏതാണ്ട് അതിനോട് സമാനമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ നെതന്യാഹുവിനെതിരെ ട്രംപ് നടത്തുന്നതാണ് കാണുന്നത്. എന്തായാലും ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു തന്നെ നിൽക്കുമ്പോഴും ഇപ്പോഴുണ്ടായിട്ടുള്ള സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ധാരണയെ ലോകത്തെ പല രാഷ്ട്രങ്ങളും സ്വാഗതം ചെയ്യുന്നു. ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ബംഗ്ലാദേശ്, ജർമ്മനി ഒക്കെയും ഈ സമാധാന കരാറിനെ സ്വാഗതം ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭ ഈ കരാർ മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും നിർണായക ചുവടുവയ്പ്പാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സുപ്രധാന തീരുമാനം മേഖലയിൽ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുമെന്നും ആഗോള വ്യാപാര പാതകളുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായകരമാകുമെന്നുമാണ് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചത്. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും നിരവധി രാജ്യങ്ങളിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്ത യുദ്ധത്തിന് പിന്നാലെയുള്ള ഈ ധാരണ ഒരു നല്ല ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിലാണ് കുറിച്ചത്. എന്തായാലും ഡീൽ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തിയിട്ടുണ്ട്. യുദ്ധകാലത്ത് ഒരു വേള ബാരലിന് $120 കുതിച്ചുയർന്ന ബ്രെന്റ് ക്രൂഡ് വിലയാണ് ഇപ്പോൾ $83.28 എത്തിയിരിക്കുന്നത്. ഇന്ന് മാത്രം 4.64% ഇടിവാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം വൻ ആശ്വാസമാണ് ഈ വാർത്ത നൽകുന്നത്. വില വൈകാതെ $80 താഴേക്ക് വീണേക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൂടിയ പെട്രോൾ, ഡീസൽ, LNG, LPG, CNG വിലകളെല്ലാം മെല്ലെ മെല്ലെ താഴും എന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കേന്ദ്ര സർക്കാർ കൂടി അനുകൂലമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഹോർമുസ് വഴിയുള്ള രാജ്യാന്തര ചരക്ക് നീക്കം സാധാരണ നിലയിലെത്താൻ ഇനിയും സമയമെടുക്കുമെങ്കിലും രാജ്യാന്തര ചരക്ക് നീക്കം സജീവമാകുന്നത് നേട്ടമാണ് രാജ്യങ്ങൾക്കുണ്ടാക്കുക. വിലക്കയറ്റം കുറയാനുള്ള ഒരു സാഹചര്യം അത് സൃഷ്ടിക്കും. പണപ്പെരുപ്പം ഉണ്ടാകുമോ എന്ന പേടി ഏതാണ്ട് യുദ്ധം തീരുകയാണെങ്കിൽ അകലും. പലിശ ഭാരം കൂടുമെന്ന ഭീതി ഒഴിവാക്കാം. സമ്പദ് മേഖല സജീവമാകും. അത് എല്ലാ നിലയിലും ഒരു ഉണർവ് സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കും. GDP വളർച്ച മെച്ചപ്പെടും. യുദ്ധകാലത്ത് എണ്ണക്കുതിപ്പ് സൃഷ്ടിച്ച എല്ലാ ആഘാതങ്ങളും ഒഴിവാകും. അങ്ങനെയൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രവുമല്ല, ഡോളറിനെതിരെ കനത്ത ഇടിവ് നേരിട്ട ഇന്ത്യൻ രൂപ ഇപ്പോൾ അത് തിരിച്ചുവരവിന്റെ പാതയിൽ കൂടിയാണ്. ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിന്റെ സൂചനകൾ വരുന്നുണ്ട്. സമാധാന ഡീൽ നീക്കത്തെ തുടർന്ന് എണ്ണവിലയും ഡോളറും താഴുകയും ഓഹരി വിപണികൾ കുതിക്കുകയും ചെയ്തതോടെ രൂപയും ഇന്ന് മുന്നേറിയിരിക്കുന്നു. സ്വർണ്ണവില പശ്ചിമേഷ്യൻ സമാധാന നീക്കത്തെ തുടർന്ന് വീണ്ടും കുതിപ്പിന്റെ പാതയിലാണ്. രാജ്യാന്തര വിപണിയുടെ ചൂടുപിടിച്ച് കേരളത്തിലും വില ഇന്ന് കുതിച്ചു കയറിയിട്ടുണ്ട്. ഗ്രാമിന് 225 രൂപ വർദ്ധിച്ച് 13,890 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഇന്ന് ഉയർന്നത്. 1,800 രൂപ ഉയർന്ന് പവൻ വില 1,11,120 രൂപയിലും എത്തിയിരിക്കുകയാണ്. അപ്പോൾ
ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് സമ്പദ് വ്യവസ്ഥകൾ എന്നത് നമുക്ക് കാണാം. അതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുക്കള വരെ എത്തിയ പ്രതിസന്ധിക്കും ഒരു പരിഹാരമാകും എന്ന് പ്രതീക്ഷിക്കാം. 10,000-ഓളം ജീവനെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിൽ എന്നതാണ് കണക്ക്. ലെബനനിലും ഒപ്പം തന്നെ ഇറാനിലും മറ്റ് ഗൾഫ് മേഖലകളിലുമൊക്കെ ഉള്ള മരണസംഖ്യ ഏതാണ്ട് 10,000 വരെ എത്തും എന്നതാണ് കണക്കാക്കുന്നത്. എന്തിനു വേണ്ടി തുടങ്ങിയെന്നറിയാത്ത യുദ്ധം അവസാനിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി തുടങ്ങിയ യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രയേലും അമേരിക്കയും 2 തട്ടിലെന്ന സൂചനകളാണ് വരുന്നത്. ഇസ്രയേൽ അടങ്ങിയിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഹോർമുസ് തുറക്കുന്നിടം വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. നേരത്തെയും ഹോർമുസ് തുറക്കുന്നതുവരെ എത്തിയ കാര്യങ്ങൾ പിന്നെയും ഏറ്റുമുട്ടലിലേക്ക് പോയ ചരിത്രമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ചർച്ചകൾ ശാശ്വത സമാധാനത്തിനായിരിക്കട്ടെ, സമാധാന കരാർ ഒപ്പിടട്ടെ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയൊരു ഇടവേള, അതിനുശേഷം തിരിച്ചെത്താം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര വിദേശ സന്ദർശനം തുടരുകയാണ്. യൂറോപ്യൻ പര്യടനത്തിന് 2ാം ഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിലെത്തി. 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യ സന്ദർശിക്കുന്നത് ആദ്യമാണ്. നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള ചർച്ച ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിൽ പുതിയ അധ്യായം കുറിക്കുന്നതായിരുന്നു. വ്യാപാരം ഇരട്ടിയാക്കാനും പ്രതിരോധ ശാസ്ത്ര മേഖലകളിൽ വൻ കുതിപ്പിനും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ത്രിദിന വിദേശ സന്ദർശനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ത്രിരാഷ്ട്ര സന്ദർശനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. യൂറോപ്യൻ പര്യടനത്തിന്റെ 2ാം ഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിൽ എത്തിയതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യ സന്ദർശിക്കുന്നത്. 2025 ഏപ്രിലിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലോവാക്യ സന്ദർശിച്ചിരുന്നു. 2026 ഫെബ്രുവരിയിൽ സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനി ഇന്ത്യയിൽ നടന്ന ഇംപാക്ട് സമ്മിറ്റിലും പങ്കെടുക്കാനെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വഴി തുറന്നത്. ഞായറാഴ്ച വൈകുന്നേരം ബ്രാറ്റിസ്ലാവ വിമാനത്താവളം മുതൽ ആവേശകരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് സ്ലോവാക്യയിൽ ലഭിച്ചത്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി തലസ്ഥാനമായ ബാറ്റിസ്ലാവയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനി, പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ എന്നിവർ സ്വീകരിച്ചു. ഇരുവരുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ഓട്ടോമൊബൈൽ നിർമ്മാണം, റെയിൽവേ, വളർന്നുവരുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഇരു രാഷ്ട്ര നേതാക്കളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ സ്ലോവാക്യയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിലൂടെ യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്താമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ലോവാക്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ ഇന്ത്യൻ വംശജർ നൽകിയ സ്നേഹപൂർവ്വമായ സ്വീകരണത്തിന് മോദി നന്ദി രേഖപ്പെടുത്തി. ഇത്തരം ബന്ധങ്ങൾ ഇന്ത്യ സ്ലോവാക്യ സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നീസിലെ ചരിത്രപ്രസിദ്ധമായ വില്ല കെർലോസിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിരുന്നു. അത് വളരെ തന്ത്രപ്രധാനമായതായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ ഉന്നതതല സംവിധാനം രൂപീകരിക്കാൻ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന ഉയർന്ന തലത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യ നിർണായക കൂടിക്കാഴ്ചയായിരുന്നു ഇരു രാഷ്ട്രതലവന്മാരും തമ്മിൽ നടന്നത്. പ്രതിരോധ ശാസ്ത്ര രംഗത്ത് നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. ബഹിരാകാശ രംഗത്ത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന സംയുക്ത ദൗത്യങ്ങൾക്കും ബഹിരാകാശ സുരക്ഷ ഉറപ്പാക്കുന്ന സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് സംവിധാനങ്ങൾക്കും ഇരു രാജ്യങ്ങളും കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ബഹിരാകാശ അവശിഷ്ടങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും സഹായിക്കുന്ന നിരീക്ഷണ സംവിധാനമാണിത്. ഈ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വിപുലീകരിക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ ശാന്തി ആക്ട് സിവിൽ ആണവോർജ രംഗത്ത് വൻ സാധ്യതകളാണ് തുറന്നിടുന്നത്. ഇതിലൂടെ വലിപ്പം കുറഞ്ഞതും അത്യാധുനികവുമായ മോഡുലാർ റിയാക്ടറുകളുടെ നിർമ്മാണത്തിൽ ഫ്രാൻസുമായി പുതിയ പങ്കാളിത്തത്തിന് വഴി തുറക്കും എന്നതാണ് പ്രതീക്ഷ. സാങ്കേതിക വികസനത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ് മാപ്പ് 2030 ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ഒരു ജോയിന്റ് ഇന്ത്യ ഫ്രാൻസ് AI വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വ്യോമയാന മേഖലയിലെ നൈപുണ്യ വികസനത്തിനായി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അത്യാധുനിക സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ് ഇൻ എയറോനോട്ടിക്സ് സ്ഥാപിക്കാൻ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി. ഡിജിറ്റൽ ഇടപാടുകൾ സുഗമമാക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ UPI സംവിധാനം ഫ്രാൻസിൽ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനെയും ഇരു നേതാക്കളും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത്. നൂതന സാങ്കേതിക മേഖലകളിലെ സ്ഥാപനങ്ങൾ തമ്മിൽ 19 പുതിയ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യൻ പൗരന്മാർക്ക് ഫ്രഞ്ച് വിമാനത്താവളങ്ങളിൽ അതിവേഗ വിസാരഹിത ട്രാൻസിറ്റ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഫ്രാൻസിലെ എവിയാനിലേക്ക് തന്നെ തിരിക്കും. അവിടെ നടക്കുന്ന G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, കൃത്രിമ ബുദ്ധി തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളിത്ത രാജ്യങ്ങളുമായും അദ്ദേഹം ചർച്ച നടത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് 2024 നവംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വീണ്ടും എത്തുന്നു. അതിനുശേഷം 2025 ഫെബ്രുവരിയിലാണ് മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച അമേരിക്കയിൽ വെച്ച് നടക്കുന്നത്. അവിടെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കാണുന്നു. അതിനുശേഷം ആ ഊഷ്മളമായ ബന്ധം ഒന്നുകൂടി മെച്ചപ്പെടുത്തി തിരിച്ചെത്തുമ്പോൾ ട്രംപിൽ നിന്ന് നമുക്ക് തുടരെ പണികളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം ഇന്ത്യൻ കയറ്റുമതിക്ക് നികുതി വർദ്ധിപ്പിക്കുന്നു. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുന്ന സമയത്ത് അതിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ പ്രകടനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു. അത് അദ്ദേഹം ആവർത്തിക്കുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതിനുമൊക്കെ ശേഷം ഇപ്പോൾ റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്നു. നല്ല ഫ്രണ്ട് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഫോൺ സംഭാഷണം പോലും ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിവാക്കിയിരുന്നു. അത് മാറി ഇപ്പോൾ ഫോണിൽ സംസാരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്ക് എത്തുന്നത്. വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അവസാന എഗ്രിമെന്റിലേക്ക് എത്താനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. അത് പല കാര്യങ്ങളിൽ തട്ടി നീണ്ടുപോവുകയാണ്. ഇന്ത്യ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ആ വ്യാപാര കരാർ എന്നത്. അതിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് അറിയേണ്ടത്. അതിന്റെ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ആ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വരും ദിവസം നടക്കും. അപ്പോൾ എന്ത് തീരുമാനങ്ങൾ അതിലുണ്ടാകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അതിനു മുമ്പ് ഒരു ഇടവേള കൂടിയുണ്ട്. ആ ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയിലേക്ക് പോകാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് സസ്പെൻഷൻ മാത്രം. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കടുത്ത നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ അത് സസ്പെൻഷനിലേക്ക് ഒതുങ്ങുകയായിരുന്നു. കുറ്റപത്രം വന്നിട്ട് ബാക്കി നടപടി ആലോചിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വിശദീകരണം ചോദിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരും. എന്തായാലും ശബരിമലയിൽ സ്ത്രീകൾ കയറിയ ദിവസം തന്നെയും ADGP ശ്രീജിത്തിനെയും
തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരുന്നു എന്ന നിർണായകമായ വിവരം കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അത് സുഹൃത്തുക്കളോടും മറ്റും പറഞ്ഞിരുന്നു. ആത്മകഥയിലൂടെ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്നൊരു ഭീഷണിയും പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടി ഇല്ലാതെ സസ്പെൻഷനിലേക്ക് മാത്രം നടപടി ഒതുങ്ങുന്നത് എന്നതാണ് പശ്ചാത്തലം. ശശി നാരായണൻ ചേരുന്നു. ശശി, എന്തുകൊണ്ടാണ് കടുത്ത തീരുമാനം വെറും സസ്പെൻഷനായി പോയത്? രേണുക ചോദിച്ചത് പ്രസക്തമായ കാര്യമാണ്. തുടക്കം മുതലേ പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാവുന്നതാണ് പാർട്ടിയുടെ പ്രവർത്തകർ ജില്ലാ കമ്മിറ്റിയിലും അടക്കം ഉയർന്നൊരു വികാരം. അത് നേരത്തെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സമയത്ത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ പരാജയത്തിന് കാരണമെന്ന് സംസ്ഥാന കമ്മിറ്റി അടക്കം ചർച്ച വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ജില്ലാ കമ്മിറ്റിയിലേക്ക് അയക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് കൂടിയ ജില്ലാ കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ജില്ലാ കമ്മിറ്റി പത്മകുമാർ പത്മകുമാർ കമ്മിറ്റിയെയും പാർട്ടിയെയും സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾ പത്മകുമാർ നടത്തിയ ചില കാര്യങ്ങൾ, ചില വാക്കുകൾ, അദ്ദേഹം ചില കോഡുകളിൽ നിന്നും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പാർട്ടി നേതൃത്വം സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അത് ആ യുവതീ പ്രവേശന സമയത്ത് താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നേരെ തിരുവനന്തപുരത്തെ CMന്റെ അഡീഷണൽ സെക്രട്ടറി നേരിട്ട് വിളിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തനിക്കതിൽ പങ്കില്ല, പാർട്ടിക്കിലെ ചില ഉന്നതർക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് യുവതീ പ്രശ്നത്തിൽ താൻ കുറ്റക്കാരനല്ല എന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ നടപടി എനിക്കുണ്ടാകുവാണ്, തനിക്കെതിരെ ഉണ്ടായി കൂടുതൽ പേരെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് തെളിവുകൾ പുറത്തുവിടും എന്നുള്ള കാര്യം കൂടി പത്മകുമാർ വ്യക്തമാക്കി. എന്തായാലും ഇതെല്ലാം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയ ശേഷമാണ് ഇപ്പോൾ പത്മകുമാറിനെതിരെ വലിയ നടപടികളില്ലാതെ സസ്പെൻഷൻ മാറ്റം പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നുള്ള വിശദീകരണമാണ് തോമസ് ഐസക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് കറക്റ്റ് പറയുന്ന ഒരു കാര്യം, നിലവിലത്തെ സാഹചര്യത്തിൽ പത്മകുമാറിന് നേരത്തെ ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ വിഷയം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീണ്ടും ഒരു വിശദീകരണം കൂടി, അതായത് കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം വന്നതിന് ശേഷം SIT അടങ്ങുന്ന കുറ്റപത്രം വന്നതിന് ശേഷം അതിനൊരു വിശദീകരണം കൊടുക്കുക, ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പാർട്ടി സമ്മർദ്ദത്തിലായിരിക്കുന്നു പത്മകുമാറിന്റെ ഈ നടപടികൾ, പത്മകുമാറിന്റെ ഈ ഭീഷണിയിൽ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത നടപടി ഉണ്ടാവുമെന്നാണ് ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വലിയൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ മാത്രം ഒതുക്കുന്ന തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും പത്മകുമാർ ചില വെളിപ്പെടുത്തലുകൾ ആത്മകഥയിലൂടെ വെളിപ്പെടുത്തൽ നടത്തുമെന്ന കാര്യം 2 ദിവസമായി പറയുന്നുണ്ട്. അതെല്ലാം പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ പാർട്ടി നേതാക്കളുടെ ഉന്നതരിലേക്ക് ഇതെത്താൻ സാധ്യതയുണ്ട്. അത് സമ്മർദ്ദത്തിലാക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പത്മകുമാറിനെ പാർട്ടിയുടെ പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ നിന്നും മറിച്ച് സസ്പെൻഷൻ മാത്രം ഒതുക്കി നിർത്തുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നതിലാണ്. അതായത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി പത്മകുമാറിന്റെ വഴിക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ നടപടിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ സസ്പെൻഷൻ ആണെങ്കിൽ തന്നെ നേരത്തെ ഇതാകാമായിരുന്നുള്ള ചോദ്യങ്ങൾ കൂടി തോമസ് ഐസക് പറഞ്ഞത് അത് പാർട്ടിയിലെ ചില ആളുകളുടെ വികാരം മാത്രമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ പത്മകുമാറിനെതിരെ ചില ആരോപണങ്ങൾ മാത്രമാണ്. അത് കുറ്റപത്രം സമർപ്പിക്കുന്നത് നിലനിൽക്കും. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വിശദീകരണം ചോദിക്കും. ആ വിശദീകരണത്തിൽ തൃപ്തികരമല്ലെങ്കിൽ മാത്രമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടുത്ത നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യം പാർട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. സോ അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം പ്രധാനമുള്ളത്, എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മുന്നേ ആകാമായിരുന്നു എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് പാർട്ടിയിലെ ചില ആൾക്കാരുടെ പ്രവർത്തനം മാത്രം, അത്തരത്തിലുള്ള തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയത്. രേണുക, കട്ടിളപ്പാളി കേസിൽ 8ാം പ്രതിയായിരുന്ന പത്മകുമാർ സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പത്മകുമാർ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. 2025 നവംബർ 20 പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ കൂടി അറിവോടെയാണ് പ്രത്യേക അന്വേഷണ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്, കവർച്ച നടന്നിരിക്കുന്നത് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഘട്ടങ്ങളിലൊന്നും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായില്ല. അത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിൽ ഉൾപ്പെടെ പല കോണുകളിൽ നിന്നും അതിനെതിരെ വിമർശനങ്ങൾ, താഴെത്തട്ടിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിനൊടുവിൽ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി ചേർന്ന് നടപടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പത്മകുമാറിനെതിരെ കടുത്ത നടപടികളില്ല, അത് സസ്പെൻഷനിലേക്ക് മാത്രം എത്തുന്നു എന്നതാണ്. അതിനെ ന്യായീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പത്മകുമാറിൻ്റെതായി പുറത്തു വന്ന വിവരങ്ങൾ, അതിൽ ഈ യുവതീ പ്രവേശന ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് വരുത്തിച്ചു എന്ന് പറയുന്ന വിഷയം, അതിലൊക്കെയും പ്രതിപക്ഷം ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തുണ്ട്. ഈ കേസ് അന്വേഷണ ഘട്ടത്തിൽ ദൈവതുല്യർ എന്നൊരു പരാമർശം പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ദൈവതുല്യർ ആര് എന്ന ചോദ്യം വീണ്ടും സജീവമായി ഉയരുന്നതാണ്. അത് അന്ന് മുഖ്യമന്ത്രി
ഭാഗത്തു നിന്നുമൊക്കെ ഇപ്പോഴും വിമർശനങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും പത്മകുമാറിനെതിരെ ഇപ്പോഴും കടുത്ത നടപടിയില്ല, സസ്പെൻഷനിലേക്ക് മാത്രം നടപടി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇത് എങ്ങനെ പാർട്ടി വിശദീകരിക്കും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും അദ്ദേഹം ആത്മകഥയിൽ തുറന്നു പറച്ചിലുകൾ നടത്തും എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നതിന് പിന്നാലെയാണ് കടുത്ത നടപടി ഇപ്പോൾ സസ്പെൻഷനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ, നമ്മളുടെ ഫോക്കസ് വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മുടെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 ആണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.